ധനഞ്ജയ് ശങ്കർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് ഫാഹിം സഫറും നൂറിൻ ഷെരീഫും തിരക്കഥ എഴുതി ഗോകുലം ഗോപാലൻ നിർമ്മിച്ച സിനിമ ബബ്ബബ്ബ ബ ഒരു വായും കൂടെയുണ്ട്. ഭയഭക്തി ബഹുമാനം കണ്ടു. സിനിമ ഒറ്റ വാക്കിൽ പറയുന്നില്ല. സിനിമയിൽ മൊത്തത്തിൽ നോക്കണം, നമ്മൾ ലോജിക്ക് നമ്മുടെ പുറത്ത് വെച്ചിട്ട് നമ്മൾ സിനിമ കാണാൻ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യ പകുതി നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കുകയരുത്. ഇങ്ങനെയൊക്കെ ഒരു സിനിമയിൽ സംഭവിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ലൈഫിൽ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ സിനിമ കാണാൻ കയറിയാൽ ആദ്യ പകുതി നിങ്ങളെ നന്നായിട്ട് എൻജോയ് ചെയ്യും. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അത് BGM വൈസ് ആയാലും സ്ക്രീനിൽ വരുന്നവരുടെ പെർഫോമൻസ് വൈസ് ആയാലും. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു മീറ്റർ ഉണ്ട്. ആ മീറ്റർ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറുപ്പിക്കലായിരിക്കും സിനിമ. സ്ക്രീനിൽ വരുന്നവരൊക്കെ വെറുപ്പിക്കുന്നതായിട്ടാണ് തോന്നുക. ദിലീപ് ആയാലും മോഹൻലാൽ ആയാലും വിനീത് ശ്രീനിവാസനാണെങ്കിലും ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും എല്ലാവരുടെയും പെർഫോമൻസിനെ നമുക്കൊരു വെറുപ്പായിട്ട് തോന്നും. എന്താ അതിന് പറയുക, കറക്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കൽ തന്നെ. നമ്മൾ സാധാ കൊളോക്കിയലി പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു മീറ്റർ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു എബവ് ദ ടോപ്പ് അങ്ങനെയുള്ളൊരു ഇതാണ്, അല്ലെങ്കിൽ അതിനും മുകളിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് സാധനമാണ്. നമ്മൾ ഈ പച്ചില സിനിമകൾ കാണുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ ഒരു ആരാധകനാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സിനിമ കാണാതിരിക്കുന്നതാണ് നല്ലത്. അതൊരു പക്ഷേ നിങ്ങളെ ഇതിന് തൃപ്തിപ്പെടുത്തില്ല. പക്ഷേ അതേസമയം എല്ലാ തരത്തിലുള്ള പരീക്ഷണ ചിത്രങ്ങളിലും നിങ്ങൾക്കൊരു താല്പര്യമുള്ള ഒരു സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം അതിൻ്റെ വിഷ്വൽ ട്രീറ്റ്, സൗണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ സംഘടന രംഗങ്ങളാണെന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും വളരെ ഒരു ടോപ്പ് നോച്ചിലാണ് സിനിമ നിൽക്കുന്നത്. സിനിമയുടെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ തിരക്കഥയാണ്. കാരണം നമ്മളെ ലോജിക്കില്ലാതെ നമ്മളെ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആദ്യ പകുതി പഠിപ്പിക്കും. നമ്മളെ ഇത് ലോജിക്കില്ല, നമ്മൾ ഇങ്ങനെ കണ്ടാൽ മതി, ഇത്രയേ ഉള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കും. പക്ഷേ രണ്ടാം പകുതി എത്തുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നത് തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ കഥ എഴുതിയവർ മറന്നു പോയിട്ടുണ്ടാവും എന്തായിരുന്നു സിനിമയുടെ ഒരു പ്രൈം സാധനം എന്താണെന്നുള്ളത്. ഒരു മറന്നതിന് ശേഷം അവർ പിന്നീട് അത് സിനിമ വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. സിനിമയുടെ കഥ സീരിയസ് ആയി തുടങ്ങി. പക്ഷേ ആ സീരിയസ് ആണെന്ന് അവർ മാത്രമേ സീരിയസ് ആയുള്ളൂ. സിനിമയുടെ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് അത് അത്ര സീരിയസ് ആയിട്ട് നമുക്ക് തോന്നിയില്ല. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു തുടക്കം മുതൽ എനിക്കത് കണ്ടപ്പോൾ തോന്നിയൊരു കല്ലുകടി എന്ന് പറയുന്നത്, നായക കഥാപാത്രം ആരോടോ പകരം വീട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു റിവെഞ്ച് എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അത്രയ്ക്കൊക്കെ ഉണ്ടോ, അതല്ലെങ്കിൽ അതിന് മാത്രം റിവെഞ്ച് ചെയ്യാൻ മാത്രം അയാൾക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായത് എന്നൊക്കെ തോന്നുന്ന തരത്തിൽ നമുക്ക് തോന്നും. അതായത് ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല. ഇപ്പോൾ റിവെഞ്ച് ചെയ്യുന്ന സിനിമകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ റിവെഞ്ച് ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ഉണ്ടായ നഷ്ടം നമ്മുടെ കൂടെ നഷ്ടമാകുമ്പോഴാണ് നമുക്ക് ഈ റിവെഞ്ച് നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഇതിങ്ങനെ ചെയ്യണം, വില്ലൻ കഥാപാത്രത്തിന് ഇത്ര അടി കിട്ടണം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അപ്പോഴാണ്. പക്ഷേ ഈ സിനിമയിൽ ആ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് അത് ഇമോഷണലി കണക്ട് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതവർ ആ സിനിമയിലൂടെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ചെറിയൊരു കാര്യത്തിന് വരെ റിവെഞ്ച് എടുക്കും, അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യുന്ന രീതി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ മറ്റൊരു കഥാപാത്രത്തിനെ വെച്ചിട്ട് ഈ ഒരു റിവെഞ്ചിനെയും സംഗതിയൊക്കെ അവർ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറയട്ടെ, ആ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു. തിരക്കഥ ആ ഒരു സൈഡ് അല്ലെങ്കിൽ രണ്ടാം പകുതിയിൽ ആ സിനിമ ഒരുവിധം അതിൻ്റെ ഗ്രാഫ് താഴോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. പിന്നെ അതിൽ പെർഫോം ചെയ്തവരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മീറ്ററിൽ അതല്ലെങ്കിൽ ഇതൊന്നും ഒരു വെറുപ്പിക്കലല്ല എന്ന തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരു പാക്കേജാണെന്ന് ചിന്തിച്ച് നമ്മൾ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും പെർഫോമൻസ് ഇഷ്ടപ്പെടും. ആ സ്ക്രീനിൽ വന്നു പോയവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ഇഷ്ടപ്പെടും. അതിൽ പ്രധാനമായിട്ടുള്ളത് ദിലീപിൻ്റെ ഷോ തന്നെയാണ്. ദിലീപിൻ്റെ ഫുൾ ഷോയാണ് ആ സിനിമയിൽ. പിന്നീട് വരുന്നത് നമ്മുടെ വിനീത് ശ്രീനിവാസനൊക്കെ ഒരു റിയൽ സൈക്കോ പോലെ തന്നെ, അതല്ലെങ്കിൽ നമ്മുടെ ആ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ നിന്നൊക്കെയുള്ള ഒരു സാധനമൊക്കെ വന്നിട്ട് ഒരു സൈക്കോസിൻ്റെ അവസ്ഥയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും. ധ്യാൻ ശ്രീനിവാസനാണെങ്കിൽ അങ്ങനെ, ഇനി മോഹൻലാലാണെങ്കിലും ഒരു 2 പോയിൻ്റ് കുറവാണെന്ന് തോന്നും. കാരണം ആ സിനിമയിൽ വന്നു പോകുന്ന ഉടനീളം ആളുകൾക്കൊക്കെ തന്നെയും എന്തൊക്കെയോ ഒരു അരപ്പിരി ലൂസാണ്, അതല്ലെങ്കിൽ 1 പോയിൻ്റ് കുറവാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള പെർഫോമൻസാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നമ്മളെ സംബന്ധിച്ച് ആ സിനിമയിലെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല നിങ്ങളൊരു ഭയങ്കര ക്രിട്ടിക് എന്നുള്ള നിലയ്ക്ക്, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സുമായിട്ടൊക്കെ ചേർന്ന് ഈ സിനിമേനെ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരുപക്ഷെ ഇത് എന്ത് തരം പരീക്ഷണമാണെന്നൊക്കെ തോന്നിപ്പോയേക്കാം. അപ്പോൾ ആ ഒരു ഇതിൽ പോകരുത്. ഒരു ലോജിക്ക് നിങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് പോകരുത്. ലോജിക്കിനെയും നിങ്ങളുടെ യുക്തിയെയും ഒക്കെ തന്നെ തിയേറ്ററിന് പുറത്ത് വെച്ച് അകത്ത് കയറുക.
ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ആദ്യ പകുതി ഏറ്റവും മികച്ച രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. രണ്ടാം പകുതിയിൽ ഈ പറയുന്ന തിരക്കഥയുടെ ഒരു വീക്ക്നെസ് കൊണ്ടുള്ള കുറച്ച് കല്ലുകടികൾ ഒഴിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാം, ഇത് കാണാം. പിന്നെ അതിൻ്റെ മ്യൂസിക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സിനിമകളുടെ റെഫറൻസ് ഉണ്ട്. ദിലീപ് ചിത്രങ്ങളുടെ ആണെങ്കിലും മറ്റ് സിനിമകളുടെയൊക്കെ ആണെങ്കിലും റെഫറൻസുകൾ, കുറേ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ കുറേ ഒബ്ജക്റ്റുകൾ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഈ സിനിമയിലൂടെ ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ അതുപോലെ തന്നെ പാട്ടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കലാഭവൻ മണീൻ്റെ പാട്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ, അതായത് ഇപ്പോൾ ആ ഇൻ്റർവെൽ ബ്ലോക്കിനൊക്കെ മുന്നേ ആയിട്ടുള്ള ഒരു സീനാണ് അതൊക്കെ. ഒരു പാട്ടുകളുടെ ഒരു ഫ്യൂഷനൊക്കെ വരുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതൊക്കെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു അതിൻ്റെ ഒരു 2 മണിക്കൂർ 32 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ അത് കാണുക എന്നുള്ളതാണ്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമ കാണുന്നത് പോലെയോ അതല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവി കാണുന്നത് പോലെയോ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈ സിനിമ യാതൊരു തരത്തിലും തൃപ്തിപ്പെടുത്തില്ല എന്നുള്ളതാണ്. പിന്നെ അതിൽ എല്ലാവരുടെയും പെർഫോമൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പടി മുന്നിലാണ്. ഇനി എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു പെർഫോമൻസ് വൈസ് ഒരു തൃപ്തി തരാതെ വന്നത് മോഹൻലാലിൻ്റെ പെർഫോമൻസാണ് എന്ന് പറയേണ്ടി വരും. ലാലേട്ടൻ അത് കുറച്ചൊന്ന് വീക്കായിട്ടാണ് അതിൽ കാണുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ലാലേട്ടനെ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, കൊടുത്തിട്ടുള്ള ഇൻട്രോ, അത്തരത്തിലുള്ള സീനുകൾ, ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. പിന്നെ ഇപ്പോൾ ദിലീപിൻ്റെ ഇൻട്രോ ആണെന്നുണ്ടെങ്കിലും അതങ്ങനെ തന്നെ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന് ദിലീപിനൊരു സെഷൻ കോർട്ട് വിടുതൽ കിട്ടിയതിന് ശേഷമുള്ള സിനിമയാണ്. ജനങ്ങൾ സിനിമ ദിലീപിനെ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെയാണ്. ഞാൻ ഫസ്റ്റ് ഷോ അല്ല കണ്ടത്, ഒരു 12:30 ഉച്ചയ്ക്കുള്ള ഒരു നൂൺ ഷോയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ ആ തിയേറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ സൈലൻ്റായിട്ട്, പൊതുവേ സിനിമകൾ അവിടെ കാണുന്ന സമയത്ത് സൈലൻ്റായിരിക്കുന്ന തിയേറ്ററാണത്. പക്ഷേ ദിലീപിനെ കാണിക്കുന്ന സ്ഥലത്താണെങ്കിലും മോഹൻലാലിനെ കാണിക്കുന്ന സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലും ആർപ്പുവിളിയും കയ്യടിയും പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു ആഘോഷ മൂഡ് അല്ലെങ്കിൽ ഒരു ഉത്സവ ഫെസ്റ്റിവൽ മൂഡിലാണ് ആളുകൾ സിനിമ കാണുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ദിലീപ് തൻ്റെ സ്വീകാര്യത വീണ്ടും കാണിച്ചു എന്നുള്ള തരത്തിൽ ഒരു പക്ഷേ ദിലീപിനെ ആശ്വസിക്കാനും ഒരു വകയുണ്ട് എന്നുള്ളതാണ് സിനിമയിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു സിനിമാ പ്രേമിയാണ്, ഒരു പുതിയ പരീക്ഷണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിലല്ലാതെ ഈ സിനിമ കണ്ടിട്ട് യാതൊരു കാര്യമില്ല. അതിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ OTT-യിൽ കണ്ടിട്ട് കീറി മുറിക്കാനാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ആ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല, ഒരു സ്റ്റഫും കിട്ടില്ല. ഇത് തിയേറ്ററിൽ ആ സൗണ്ടിൽ എഫക്റ്റിലൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ കളർഫുൾനെസ് ആസ്വദിച്ചുകൊണ്ട് കാണുക എന്നുള്ളതാണ് ഇതിലേറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നൊരു ഗ്യാരണ്ടി എന്ന് പറയുന്നത്, ആദ്യ പകുതി ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലോജിക്ക്, ഈ സാധനം പുറത്ത് വെച്ചതിന് ശേഷം മാത്രം തിയേറ്ററിലേക്ക് കയറുക. താങ്ക് യു.